ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSC ഇന്ന് നടന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. പ്രൊവിഷണൽ ആൻസർ കീ ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആൻസർ കീ നോക്കിയിട്ട് നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യൂ. നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ, നല്ലൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന നല്ല ഒരു സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇനിയുള്ള എക്സാംസിലാണ് നിങ്ങൾക്ക് ഈ ഒരു മോഡൽ പ്രതീക്ഷിക്കാം. ഓൾറെഡി ഇത് വന്നു കഴിഞ്ഞു ഈ ഒരു മോഡൽ. ഓക്കെ, എന്നാലും ഇതിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും കാണാൻ സാധിക്കും. നല്ല ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. ഓക്കെ, എനിവേ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് റിഗാർഡിംഗ് എനർജി ഷെൽസ് ഓഫ് ആൻ ആറ്റം. Okay, the valence shell of a carbon atom has 4 electrons, valence shell of a copper atom has 1 electrons, valence shell of an aluminum atom has 3 electrons. Option D ആണ്, മൂന്നും കറക്റ്റ് ആണ്. അടുത്ത ദിവസം നോക്കൂ. The voltage can be derived from the following equation. V equal to EMF minus voltage drop, V equal to current into resistance, V equal to power divided by current into power factor, V equal to current divided by resistance. It is option C ആണ് വരുന്നത്. 2ഉം 3ഉം ആണ് വരുന്നത്. Third question, match the following as per effect of electric current. Match the following as per effect of electric current. Chemical effect, battery charging, heating effect, neon lamp, gas ionization effect, tungsten filament lamp. Option B ആണ് വരുന്നത്. Okay. അടുത്ത fourth question നോക്കൂ. Which of the following statement are correct regarding risk of fire during cable connection and termination? The insulation is cut back too far. The capacity of the plug is inadequate. The connections are too tight. ഓപ്ഷൻ ഡി ആണ് 1ഉം 2ഉം ആണ് കറക്റ്റ് വരുന്നത്. അടുത്ത ദിവസം നോക്കൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് റിഗാർഡിംഗ് റിസ്ക് ഓഫ് ദി ഫയർ ഡ്യൂറിംഗ് കേബിൾ കണക്ഷൻ ആൻഡ് ടെർമിനേഷൻ. ദറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം ആണ് വരുന്നത്. ഇൻസുലേഷൻ ഈസ് കട്ട് ബാക്ക് ടു ഫോർ. ദ കപ്പാസിറ്റി ഓഫ് ദി പ്ലഗ് ഈസ് ഇൻഎഡ്യൂക്കേറ്റ്. 1ഉം 2ഉം ആണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്ത ഫിഫ്ത്ത് ദിവസം നോക്കൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് റിഗാർഡിംഗ് വോൾട്ടേജ് ഗ്രേഡിംഗ് ഓഫ് കേബിൾസ്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇറ്റ്സ് ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. കറക്റ്റ് 1 ആണ്. ലോ വോൾട്ടേജ് ഫ്രം 0 to 250 വോൾട്ട്. അടുത്ത 6th ദിവസം നോക്കൂ. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് സോൾഡറിങ്. സോൾഡറിങ്ങിൽ വരുന്ന ഓപ്ഷൻ ബി ആണ്. 3rd ഉം 4th ആണ് കറക്റ്റ് വരുന്നത്. ഫ്ലക്സ് ഈസ് യൂസ് ടു ക്ലീൻ ദ സർഫസ് ആൻഡ് പ്രിവെൻറ്റ് ഓക്സിഡേഷൻ ഡ്യൂറിങ് സോൾഡറിങ്. ഇൻ സോൾഡറിങ് കോമ്പണൻസ് ആർ ബൗണ്ടഡ് യൂസിങ് എ മോൾട്ടൺ ഫില്ലർ മെറ്റൽ. 7th ദിവസം നോക്കൂ. ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ക്രിച്ച്ഹോഫ് വോൾട്ടേജ് ലോ. ക്രിച്ച്ഹോഫ് വോൾട്ടേജ് നമ്മൾ കുറേ കണ്ടിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ക്രിച്ച്ഹോഫ് വോൾട്ടേജ് ലോയിൽ കറക്റ്റ് വരുന്ന ഓപ്ഷൻ എ ആണ്. ഓൺലി 3 മാത്രമാണ് കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത ദിവസം നോക്കൂ. ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദി ലോ ഓഫ് റെസിസ്റ്റൻസ്. ലോ ഓഫ് റെസിസ്റ്റൻസ് ആണ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ഓൺ ദി മെറ്റീരിയൽ, ലെങ്ത് ആൻഡ് ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദി കണ്ടക്ടർ. ഓക്കെ. അടുത്ത 9th ദിവസം നോക്കൂ. ഐഡൻറ്റിഫൈ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് വീസ്റ്റൺ ബ്രിഡ്ജ്. ഓക്കെ, അപ്പോൾ വീസ്റ്റൺ ബ്രിഡ്ജ് എന്താണ്? ബ്രിഡ്ജ് ഈസ് ബാലൻസ് വെൻ നോ കറണ്ട് ഫ്ലോസ് ത്രൂ ദ ഗാൽവനോമീറ്റർ ആണോ? Bilge is balanced when the ratio of resistance is 1 arm equal to ratio in another arm. It is option D ആണ് വരുന്നത്. 1ഉം 2ഉം 3ഉം 4ഉം കറക്റ്റ് ആണ്. ഓക്കെ. അടുത്ത 10th ദിവസം നോക്കൂ. സെലക്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോൾട്ടേജ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. വോൾട്ടേജ് ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഓക്കെ. ഇപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ ആണ്. അപ്പോൾ ഇതിൽ മിസ്റ്റേക്ക് വരെ അപ്പോൾ നിങ്ങൾ പ്രൊവിഷണൽ ആൻസർ കീ ഡയറക്റ്റ് വായിക്കുകയാണ്. ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് താഴെ കമൻറ്റ് ചെയ്യൂ. 11th ദിവസം നോക്കൂ. സെലക്ട് ദി ടേം റെപ്രസെൻറ്റ്സ് ദി ടെക്നിക് യൂസ് ടു കൺട്രോൾ ദി കൊറോഷൻ ഓഫ് എ മെറ്റൽ സർഫസ് ബൈ മേക്കിംഗ് ഇറ്റ് ആസ് ദി കാഥോഡ് ഓഫ് ആൻ ഇലക്ട്രോ കെമിക്കൽ സെൽ. ഇറ്റ് ഈസ് കാഥോഡ് പ്രൊട്ടക്ഷൻ ആണ്. 12th ദിവസം നോക്കൂ. അക്കോർഡിംഗ് ടു ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്, ദ മാസ് ഓഫ് എ അയോൺസ് ലിബറേറ്റഡ് at any electrode during electrolysis is proportional to quantity of electricity passed through the electrolyte. Option C ആണ് വരുന്നത്. അടുത്ത ദിവസം നോക്കൂ. വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ദി ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻറ്റ് ഓഫ് എ സിൽവർ അറ്റ് മില്ലിഗ്രാം പെർ കൂളുംബ്. ഓപ്ഷൻ ഡി ആണ്. ചൂസ് ദി റീചാർജബിൾ സെൽ ഫ്രം ദി ഫോളോയിങ്. നിക്കൽ കാഡ്മിയം സെൽ. ഓപ്ഷൻ ഡി. 15th ദിവസം നോക്കൂ. വിച്ച് ടൈപ്പ് ഓഫ് പോസിറ്റീവ് പ്ലേറ്റ് ഇൻസൈഡ് ദി ലെഡ് ആസിഡ് ബാറ്ററി ഈസ് മെയ്ഡ് ബൈ pure lead at the beginning and changed to lead peroxide by the process of repeated charging and discharging. Planned plate ആണ് വരുന്നത്. ഓക്കെ. അടുത്ത 14th ദിവസം നോക്കൂ. when the cell is fully charged it freely gives off hydrogen at cathode and oxygen at the anode. The process being known as gassing. അടുത്ത ദിവസം നോക്കൂ. which of the following inspection is not done before charging battery? Option A, weight of the electrolyte. 18th ദിവസം നോക്കൂ. which type of charging method is used if the available supply is high voltage DC 220 volt 110 etc.
It is constant current method. അടുത്ത ദിവസം നോക്കൂ, which of the following is not a defect of lead acid battery? Not a defect ആണ്, it is polarization. അടുത്ത 20 ക്വസ്റ്റ്യൻ നോക്കൂ, what is the main difference between nickel ion cell and nickel cadmium cell? Option A, type of negative plates. അടുത്ത ദിവസം നോക്കൂ, 21ാമത്തെ ദിവസം നോക്കൂ, which winding of a DC machine carries alternating current only? Armature winding. Option D ആണ് വരുന്നത്. അടുത്ത ദിവസം നോക്കൂ, among the following which one is not a part of DC generator? Not a part ഏതാണ്? end ring ആണ് not a part. അടുത്ത ദിവസം നോക്കൂ, 23, why is the armature of a DC generator made up of laminated high grade steel? To reduce hysteresis loss and eddy current loss. അടുത്ത ദിവസം നോക്കൂ, the periphery of the armature is divided by the number of poles of the DC generator is called dash. That is the distance between two adjacent poles. Option B ആണ് pole pitch. Next question, among the following which condition is not required for the build-up of voltage in a DC generator? Option A ആണ് വരുന്നത്. If excited at load, armature resistance should be high. 26 നോക്കൂ, which type of DC generator shows rising voltage characteristics with an increase in load? DC series generator ആണ്. How can you increase the speed of DC shunt generator? By reducing flux. 28 question, which type of DC motor is used for driving constant speed line shafting? DC shunt motor. Which type of DC motor starter has a protective resistor? 4-point starter. Fleming's left hand rule is used to determine the direction of rotation of a DC motor. What is the purpose of the flexible cords in domestic wiring? Option D, connection, transportable appliances. How many two-way switches are required in Gordon wiring? 3 ആണ്. Where the ironclad double pole switch main switch is used? Single phase domestic installations. What is the maximum permissible load of a power subcircuit as per IE rule? 3000 watt. What is the reason for supplying AC to the electrode? For measuring earth resistance. It is option D ആണ്, avoid the effect of electrolytic EMF interference. അടുത്ത ദിവസം നോക്കൂ, which electrical accessory belongs to general classification of accessories? Sealing rows ആണ്. അടുത്ത ദിവസം നോക്കൂ, what is the expansion of ECC? Earth continuity conductor. Option B ആണ് വരുന്നത്. Which metal is coated in tungsten electrode for a fluorescent tube lamp? Barium and strontium oxide. അടുത്ത ദിവസം നോക്കൂ, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ലീക്ക് ട്രാൻസ്ഫോമർ ഇൻ ഹൈ പ്രഷർ സോഡിയം വേപ്പർ ലാമ്പ് സർക്യൂട്ട്? ദിസ് ഓപ്ഷൻ ഡി ആണ്, ടു ഇഗ്നൈറ്റ് ദി ഹൈ വോൾട്ടേജ് ഇനീഷ്യലി. വിച്ച് ഈസ് ദ കോൾഡ് കാഥോഡ് ലാമ്പ്? കോൾഡ് കാഥോഡ് ലാമ്പ് ഏതാണ്? നിയോൺ സൈൻ ലാമ്പ്. ഫോർ ദി ഗിവൺ ഓപ്ഷൻ ചൂസ് ദി യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഓപ്ഷൻ ബി ആണ്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കമ്മിങ് ഫ്രം എ മാഗ്നറ്റ് കനോട്ട് ഇൻ്റർസെക്റ്റ് അറ്റ് ഓൾ. ഇതൊക്കെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. The magnetic material used in permanent magnet, nickel. Which of the following rule is used to determine the direction of rotation of an electric motor? Fleming's left hand rule. അടുത്ത ദിവസം നോക്കൂ, the energy stored in a magnetic field of solenoid 100 cm long and 10/pi cm diameter with 1000 turns of wire carrying current 10 ampere. Energy stored ആണ് ക്വസ്റ്റ്യൻ. ഡയമീറ്ററും ടേൺസ് തന്നിട്ടുണ്ട്. 0.05 ജൂൾ ആണ്. Fifth, these cannot store energy resistor. The permeability of a material is 0.997. It is a diamagnetic material. At the 40th question നോക്കൂ, 5 equal capacitors connected in series. The resultant capacitor is 4 microfarad. When these capacitors are connected in parallel and charged to 400 volt DC, total energy stored 8 joule. Half CV square ആ ഒരു ഫോമിൽ ഉപയോഗിച്ച് നോക്കുക കേട്ടോ. അടുത്ത ദിവസം നോക്കൂ, 49, 2 parallel wires separated by a distance D are carrying a current I in the same direction. The magnetic field along a line running parallel to these wires and midway between them is 0. Option B ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, the area of hysteresis loop is a measure of energy loss per cycle. അടുത്ത 51, the average value of sinusoidal alternating current in a circuit is found to be 10 ampere. Maximum value നമ്മൾ കണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, 7.85. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, the value of each resistor in a delta network that is equivalent to a star network connecting 3 equal resistance of a value R is 3R. At the 53 നോക്കൂ, the flux through each turn of 1000 turn is TQ minus TT milliweber, where T is in seconds. Find the magnitude of induced EMF. T equal to 2 seconds. Okay, but T substitute ചെയ്ത് വാല്യൂ ഫോമിൽ ഉപയോഗിച്ച് ചെയ്തു 10 വോൾട്ട് വരെ.
54. The north pole of a magnet is moved away from a metallic ring. The induced current in the ring flows counterclockwise. Which of the following incandescent lamp will have maximum resistance? 25 watt bulb. The principle of dynamic induced EMF is utilized in generator. A lamp of 100 watt rated voltage 200, source voltage 100 volt. It is equivalent to a lamp of 25 watt. For alternating quantity, the form factor is RMS by mean value. അപ്പോൾ ഈ AC സർക്യൂട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കുറേ പ്രാവശ്യം നമ്മൾ നോക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം തന്നെ അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. 59 ദിവസം നോക്കൂ. The instantaneous value of a alternating current in a circuit is expressed as I equal to 50 sin 360 t, where t is time in seconds. Frequency കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. 360 by 2 pi. പോളാർ ഫോം തന്നിട്ടുണ്ട്. റെക്ടാങ്കുലർ ഫോമിൽ കണ്ടുപിടിക്കാം. ഓപ്ഷൻ ഡി ആണ്. When temperature increases, the energy gap in a semiconductor decreases. The releasing light energy in a LED is depend on the intensity of incident line. Option B. അടുത്ത 63 ദിവസം നോക്കൂ. The peak inverse voltage of each diode in a center tapped full wave rectifier is 2 Vm. When does the center diode begins to conduct in reverse bias condition? Option C ആണ്. Voltage across each reaches center voltage. What is the effect of pinch of voltage in JFET? Option B ആണ്. Drain current becomes 0. Which is the 3-terminal negative voltage regulator IC 7905. അപ്പോൾ ഇത് ഏതാണ്? ട്രൂത്ത് ടേബിൾ വന്നിട്ടുണ്ട്. ആൻഡ് ഗേറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ എഫർട്ട് ഇഫ് SCR ഈസ് ലാച്ച്ഡ് ഇൻ ടു കണ്ടക്ഷൻ ആൻഡ് ഗേറ്റ് പൾസ് ഈസ് റിമൂവ്ഡ്? ഗേറ്റ് ലോസസ് കൺട്രോൾ ഓവർ കണ്ടക്ഷൻ. ഓപ്ഷൻ സി ആണ്. 69ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ദ ലോഡ് കറണ്ട് ഇൻ ഈച്ച് ഓഫ് ദി ഡയോഡ് ഫ്ലോസ് ഫോർ? ഓപ്ഷൻ ബി ഹാഫ് സൈക്കിൾ ഓഫ് ഇൻപുട്ട് AC സിഗ്നൽ. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ ക്രൈറ്റീരിയ ടു ഡിസൈഡ് എ മെറ്റീരിയൽ ആസ് എ കണ്ടക്ടർ സെമികണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ? എന്തിൻ്റെ ബേസിലാണ്? വാലൻസ് ഇലക്ട്രോൺ. ഓപ്ഷൻ ഡി ആണ്. അടുത്ത വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് റിഗാർഡിംഗ് എനർജി കൺവേർഷൻ ഇൻ റൊട്ടേറ്റിംഗ് ഇലക്ട്രിക്കൽ മെഷീൻസ്? അപ്പോൾ 1ഉം 3ഉം ആണ് കറക്റ്റ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ദി ആർമേച്ചർ വൈൻഡിങ് ഓഫ് ആൻ ആൾട്ടർനേറ്റർ? അതും 2ഉം 3ഉം ആണ് വരുന്നത് കേട്ടോ. അടുത്ത 73 നോക്കൂ. ഒരു ടെസ്റ്റ് ആണ്. Consider the following test result obtained to determine the regulation of EMF method of 2 kilovolt single phase alternator delivering a current of 200 ampere at 0.8 power factor leading. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് റിസൾട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂ ആണല്ലോ ഫോമുല. നിങ്ങൾ വെച്ച് നോക്കൂ. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്ത ദിവസം നോക്കൂ. ഇഫ് ദ എക്സൈറ്റേഷൻ ഓഫ് ആൻ ഓൾട്ടർനേറ്റർ ചേഞ്ചസ് ഡ്യൂറിങ് പാരലൽ ഓപ്പറേഷൻ ദെൻ ഇറ്റ് വിൽ അഫക്ട്? ഓപ്ഷൻ ബി പവർ ഫാക്ടർ ആൻഡ് KVAR ഔട്ട്പുട്ട്. അപ്പോൾ ഇതിൽ ഓഡ് 1 ഷെയ്ഡഡ് പോൾ മോട്ടറാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ സ്പീഡ് ഓഫ് ദി റോട്ടർ ഫീൽഡ് വിത്ത് റെസ്പെക്ട് ടു ദ സ്റ്റേറ്റർ ഫീൽഡ് ഓഫ് എ 4-പോൾ ഇൻഡക്ഷൻ മോട്ടർ വർക്കിംഗ് ഓൺ 50 Hz സപ്ലൈ ഹാവിംഗ് 4% സ്ലിപ്പ്? ഓപ്ഷൻ സി 0 RPM ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ അബൌട്ട് ആൻ ടോർക്ക് ഓഫ് ആൻ ഇൻഡക്ഷൻ മോട്ടർ? ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ആണ് വരുന്നത്. 78 നോക്കൂ. ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് സിംഗിൾ ഫേസ് ഓഫ് 3-phase ഇൻഡക്ഷൻ മോട്ടർ? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ എയും ബിയും കറക്റ്റ് ആണ്. So the following starting method is not used for a cage type induction motor. Not used on a rotor resistance starting. Option D. Identify the odd one from the following method of speed control of a 3-phase induction motor. Option B ആണ് by jetting an EMF in the rotor circuit. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്നിട്ടുണ്ട് ഏതൊക്കെയാണ് ശരിയാകുന്നത്? എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഓക്കെ, എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി ബേസ് ചെയ്തും പവർ ട്രാൻസ്ഫോമർ അതിൻ്റെ ബേസ് വെച്ചിട്ടുള്ളത് എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. Maximum efficiency of a 20 kVA 2000/200 volt transformer occurs at 80% of full load. Ratio of full load copper loss to iron loss 25/16. Option A ആണ് വരുന്നത്. നിങ്ങൾക്ക് പ്രോബ്ലംസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ. നമ്മൾ ചെയ്ത് പറഞ്ഞു തരാം. അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അതിൻ്റെ ചെയ്യാനായിട്ട്. ഐഡൻറ്റിഫൈ ദി റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദി ഓപ്ഷൻ ഗിവൺ ബിലോ? ഓപ്ഷൻ ബി ആണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത് നോക്കൂ. ഫോർ എ 2-winding transformer and auto transformer having same input output and voltage ratio K, the ratio of weight of a conductor in 2-winding transformer to weight of a conductor in auto transformer? Option D ആണ് 1/1 - K. അടുത്ത നോക്കൂ. The necessary condition for a parallel operation of transformer is same polarity. Option A ആണ്. On load trap changing circuit of a transformer is provided with an impedance of? Option C. 87 നോക്കൂ. ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമറിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഫോർ ആൻ ഐഡിയൽ ട്രാൻസ്ഫോമർ ദ വാല്യൂ ഓഫ് പെർമിബിലിറ്റി ആൻഡ് റിലക്റ്റൻസ് റെസ്പെക്റ്റീവ്ലി ആർ ഇൻഫിനിറ്റിയും 0 ആണ് ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ കേസ്.
Which of the following methods are used to reduce leakage flux in a transformer? All of the above ആണ്. But if a 220 volt DC supply is given to 220 bar 440 volt 50 hertz transformer, then the transformer will burn its windings. For moving iron instruments, necessary magnetic field is produced by ampere turns of current carrying coil. Statement applicable to traction and repulsion type instrument ആണ്. Option D ആണ് വരുന്നത്. Substation is the assembly of apparatus used to change some electrical characters such as ഏതൊക്കെ വരുന്ന വോൾട്ടേജ്, AC to DC, ഫ്രീക്വൻസി. 1ഉം 2ഉം 3ഉം കറക്റ്റാണ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്ത് നോക്കൂ, ഇന്ന മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് ഈക്വൽ ടു എന്താണ്? ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉം. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും NBI ഇൻറ്റു ഏരിയ. അടുത്ത 94, the scale of a dynamometer type wattmeter scales are more or less uniform because deflection is proportional to average power. A ആണ് വരുന്നത്. In underground cable system, the proportion of insulating material include 1, 2, 4. Option A ആണ് വരുന്നത്. In a single phase watt-hour meter, the ring placed over the center limb of shunt magnet is used for compensating phase error because option A ആണ്. Flux due to shunt magnet does not lag behind the voltage by 90 degree exactly. അപ്പോൾ ഇതൊക്കെ കുറച്ചൊരു കൺഫ്യൂസിങ് ആണ്. ഇനി എങ്ങോട്ടുള്ള കുറച്ച് 90 മുതലുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് കൺഫ്യൂസിങ് ആണ്. നല്ലപോലെ വായിച്ച് കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആയി പഠിച്ചവർക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ, the effect of line capacitance is neglecting in calculation because such lines have smaller length and transmitting the power at relatively low voltage. Option C ആണ്. The load curve on the power station is defined as option 2 ആണ്, variation of curve with respect to time. അടുത്ത ദിവസം നോക്കൂ, in the designing of electrical transmission line means option 1ഉം 4. economic choice of transmission voltage, economic choice of conductor size. അടുത്ത ദിവസം നോക്കൂ, in underground system the insulation resistance of a single core is ഏതാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണോ? അതുപോലെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആണോ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആണോ വരുന്നത്? ഓപ്ഷൻ എ ഒള്ളി എ ആണോ? ഓപ്ഷൻ ബി ഒള്ളി 2 ആണോ? ഓപ്ഷൻ സി 1 ആൻഡ് 3 ആണോ? ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഒള്ളി 2, അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ് അണ്ടർഗ്രൗണ്ട് കേബിൾസിൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊവിഷണൽ ആൻസർ കീ വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഓക്കെ, അപ്പം ചില ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ്റ്റേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ പ്രൊവിഷണൽ ആൻസർ കീ ജസ്റ്റ് നോക്കി ഒന്ന് വായിച്ചതേ ഉള്ളൂ. ഇനി നിങ്ങൾ എക്സാംസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.